ഈ ചൂരൽമലയുടെ ഒക്കെ വയനാടിന്റെ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇനി അങ്ങോട്ടുള്ള കാലങ്ങളാണ് വരിക. ഒരു ആഫ്റ്റർ ഒരു 3-4 മാസങ്ങൾക്ക് ശേഷമൊക്കെയാണ് അതിന്റെ സംഭവങ്ങൾ വരിക. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ടൊന്നും ഇല്ലാന്ന് വെച്ചിട്ട് നമ്മൾ അത് അങ്ങനെ നെഗ്ലക്ട് ചെയ്യരുത്. ഇപ്പോഴൊക്കെ ഇവിടുത്തെ വയനാടിന്റെ ഒക്കെ അവസ്ഥയിൽ ഇപ്പോൾ നമ്മൾ ആ തുടക്കത്തിൽ എല്ലാവരും ഭയങ്കര എൻത്യൂസിയാസം കാണിച്ച് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇറങ്ങിത്തിരിക്കും. പിന്നെ നമ്മൾ അതിൻ്റെ അത്ര താല്പര്യങ്ങളൊക്കെ കുറച്ച് പിന്നോട്ട് വാങ്ങും. അപ്പോൾ അങ്ങനെ ഒറ്റപ്പെട്ട കുടുംബങ്ങളൊക്കെ ഉണ്ടാവും, അവരൊക്കെ ആയിരിക്കും ഇത് ഫേസ് ചെയ്യണത്. അപ്പോൾ അവിടെ ചിലപ്പോൾ നമ്മൾ ചില കുടുംബങ്ങൾ ഇപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അവരെ എന്താണ് ചെയ്യേണ്ടത്, എവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് ആകെ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത കുട്ടി നല്ല നന്നായി പെർഫോം ചെയ്തിരുന്ന കുട്ടിയാണ്, പക്ഷെ ഇപ്പോഴായിട്ട് എല്ലാത്തിനും വിഡ്രോൺ ആണ്. ഒന്നിനും ഒരു എന്താ പറയുക, ആ ഒരു ഫ്രഷ്നെസ്സും ആ ഒരു പ്രസരിപ്പൊന്നും കാണിക്കുന്നില്ല. നല്ല സ്മാർട്ടായ കുട്ടിയാണ്, നല്ല നമ്പർ 1 ആയിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, പക്ഷെ എല്ലാത്തിനും ഒരു വിഡ്രോൺ പേഴ്സണാലിറ്റിയാണ്, ഒരു ആൻസൈറ്റിയാണ്, എല്ലാത്തിനും കരച്ചിലും സങ്കടങ്ങളും ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റിയും, ചിലപ്പോൾ ഇങ്ങനെ വെറുതെ പെറുപിറുക്കണോ, ചിലപ്പോൾ കരയുന്നു, ചിലപ്പോൾ ഉറക്കം കിട്ടുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കംപ്ലയിൻസുകൾ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമ്മൾ സിംറ്റമാറ്റിക് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. പിന്നെ ആവശ്യം വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള നെസസറി ആയിട്ടുള്ള കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം.